إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ യാത്ര ചെയ്യവേ നമ്മുടെ വണ്ടിയുടെ വെളിച്ചം അതൊന്ന് കെട്ടുപോയാൽ, അതിൻ്റെ ഹെഡ്ലൈറ്റ് ഒന്ന് ഓഫായി പോയാൽ, പ്രത്യേകിച്ച് അതൊരു ഇരുട്ടുള്ള രാത്രിയും നമ്മൾ സഞ്ചരിക്കുന്ന വഴി അതീവ ഗുരുതരമായ വഴിയുമാണ് എങ്കിൽ നമ്മൾ എത്രത്തോളം പ്രയാസപ്പെടും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അല്ലാഹു തആല ഇതിനേക്കാൾ പ്രയാസകരമായ ഒരവസ്ഥയെക്കുറിച്ച് പറഞ്ഞു നൽകിയിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുകയും അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിലാകാതിരിക്കുന്നതിനു വേണ്ടി ഈ ഭൂമി ലോകത്ത് അല്ലാഹു തആല വെളിച്ചത്തിനു വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള പല സംവിധാനങ്ങളുമുണ്ട്. അതെല്ലാം ഖിയാമത്ത് നാളിന്റെ ദിവസത്തിൽ കെട്ടുപോകുന്നതാണ്. അല്ലാഹു തആല സൂര്യനെ കുറിച്ച് പറഞ്ഞില്ലേ, വഇദ ശംസു കുവ്വിറത്, സൂര്യൻ അത് ചുറ്റിപ്പൊതിയപ്പെട്ടാൽ, തലയിൽ തലപ്പാവ് ചുറ്റിക്കെട്ടുന്നത് പോലെ ചുറ്റിപ്പൊതിയപ്പെട്ടാൽ, മുജാഹിദ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിന് തഫ്സീർ നൽകിയത് അതിന്റെ വെളിച്ചം കെട്ടുപോയാൽ എന്നാണ്, അതിരുട്ടാക്കപ്പെട്ടാൽ. അതേപോലെ വഖസഫൽ ഖമർ, ചന്ദ്രന് ഗ്രഹണം ബാധിച്ചാൽ, ചന്ദ്രന്റെ വെളിച്ചം നഷ്ടപ്പെട്ടാൽ, അതേപോലെ നക്ഷത്രങ്ങൾ അതിന്റെ വെളിച്ചം അത് നാളെ പരലോകത്തെ ദിവസം മായ്ക്കപ്പെടുന്നതാണ്. പരലോകത്തിന്റെ ഭീകരത മനസ്സിലാക്കി തരുന്നതിനു വേണ്ടി അല്ലാഹു നൽകിയ താക്കീതുകളാണ്. എന്നാൽ ഈ സന്ദർഭത്തിൽ, ഇങ്ങനെ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് വെളിച്ചം നൽകിക്കൊണ്ട് സഹായിക്കുന്നതാണ്. സൂറത്തുൽ ഹദീദിലെ ആയത്തുകൾ നമുക്കതാണ് അറിയിച്ചു നൽകുന്നത്. അല്ലാഹു തആല പറഞ്ഞില്ലേ, യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം ബുശ്റാകുമുൽ യൗമ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വദാലിക ഹുവൽ ഫൗസുൽ അസീം. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്, ഒരു ദിവസത്തെ നീ ഓർക്കേണ്ടതുണ്ട്. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്, മുഅ്മിനീങ്ങളെയും വിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും നിനക്ക് കാണാൻ സാധിക്കും. യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം, അവരുടെ വലതുഭാഗത്തും മുൻഭാഗത്തും പ്രകാശം നൽകപ്പെട്ടവരായിക്കൊണ്ട്, പ്രകാശമുള്ളവരായിക്കൊണ്ട്. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു, വലതുഭാഗത്തിന്റെയും മുൻഭാഗത്തിന്റെയും പ്രത്യേകത എടുത്തു പറയുന്നതിനു വേണ്ടിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾക്ക് പരിപൂർണമായ പ്രകാശമായിരിക്കും നാളെ പരലോകത്തുണ്ടാവുക. ഇത് നാളെ സിറാത്ത് പാലം കടക്കുന്ന സന്ദർഭത്തിലാണ്. അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് പ്രകാശം നൽകിക്കൊണ്ട് അവന്റെ ഔദാര്യം ചെയ്യും. എന്നാൽ ഇതേ സന്ദർഭത്തിൽ അവിടെ വെളിച്ചം നഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന ചില ആളുകളെ കുറിച്ച് അല്ലാഹു തുടർന്ന് വിശദീകരിക്കുന്നുണ്ട്. ഓരോ ആളുകൾക്കും
അവന്റെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചായിരിക്കും വെളിച്ചമുണ്ടാവുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ഓരോ ആളുകൾക്കും അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചാണ് വെളിച്ചം നൽകപ്പെടുക. ചില ആളുകൾ അവർക്ക് പർവ്വത സമാനമായ വെളിച്ചമുണ്ടായിരിക്കും. എന്നാൽ ചില ആളുകൾക്കാകട്ടെ ഈത്തപ്പന തടി പോലുള്ള വെളിച്ചമായിരിക്കും. എന്നാൽ ചില ആളുകൾക്ക് നമ്മളുടെ തള്ളവരിലിന്റെ അത്രമാത്രം വെളിച്ചം നൽകപ്പെടുന്നവരുണ്ട്. അത് പ്രകാശിക്കുകയും ഇടക്ക് കെട്ടുപോകുകയും ചെയ്യും എന്ന് സഹാബി വിശദീകരിച്ചതായി കാണാം. പ്രിയമുള്ളവരെ, ഇതെങ്ങനെയാണ്? നമ്മുടെ സൽക്കർമ്മങ്ങൾക്കനുസരിച്ചാണ് ഈ പ്രകാശം നൽകപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, അസ്സലാത്തു നൂറുൻ, നിസ്കാരം എന്നത് പ്രകാശമാണ്. നിസ്കരിക്കുന്ന ആളുകൾ അവർക്ക് നാളെ പരലോകത്ത് പ്രകാശമുണ്ടാകും. അതേപോലെ പരിശുദ്ധ ഖുർആൻ അത് നാളെ പ്രകാശം നൽകുന്നതാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ കാണാം, ബശ്ശിരിൽ മശ്ശാഈന ഫിദ്ദുലം, രാത്രിയുടെ ഇരുട്ടുകളിൽ പള്ളിയിലേക്ക് നടന്നു പോകുന്ന ആളുകൾ അവർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക, ബിന്നൂരി താമ്മി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ പരിപൂർണമായ പ്രകാശം അവർക്ക് നൽകപ്പെടുന്നതാണ് എന്ന സന്തോഷവാർത്ത അങ്ങനെ രാത്രിയുടെ ഇരുട്ടുകളിൽ നടന്നു പോകുന്ന ആളുകൾക്ക് നീ അറിയിച്ചു നൽകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു നൽകിയതാണ്. എന്നാൽ മുൻകാലത്ത് വെളിച്ചമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാത്രിയുടെ ഇരുട്ടത്ത് പള്ളിയിലേക്ക് പോവുക എന്നത് ഏറ്റവും പ്രയാസകരമായത് മുനാഫിഖീങ്ങൾക്കാണ്. പള്ളിയിൽ വെളിച്ചമുണ്ടാവുകയില്ല. അതുകൊണ്ട് ആരാണ് മസ്ജിദിലേക്ക് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരം അത് ഇശാവും ഫജ്റുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നൽകിയത്. ഇത് മാത്രമാണോ? അല്ലാഹു തആല ഇങ്ങനെ ഓരോ ആളുകൾക്കും അവരുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രകാശം നൽകും. അതിനു പുറമെ ബുശ്റാകുമുൽ യൗം, ഇന്ന് അവർക്കതാ സന്തോഷ വാർത്തയുണ്ട്, ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകൾ അവർക്കുണ്ട്. വദാലിക ഹുവൽ ഫൗസുൽ അസീം, അതാണ് ഏറ്റവും മഹത്തരമായ വിജയം. ഏറ്റവും മഹത്തായ വിജയം അതാണ്. അല്ലെ, ഈ ദുനിയാവിൽ ജീവിതകാലം മുഴുവൻ യാതൊരു പ്രയാസങ്ങളും അനുഭവിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. എന്നാൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അവന് പ്രയാസങ്ങളാണ് എങ്കിൽ, അവന് നരകമാണ് എങ്കിൽ പിന്നെ ഈ ജീവിതം എന്തർത്ഥമാണുള്ളത്? എന്നാൽ ഇവിടെ അല്ലാഹു തആല നൽകിയതിൽ തൃപ്തിപ്പെടുകയും അത് എത്രയാണോ ഉള്ളത് അതിൽ തൃപ്തിപ്പെടുകയും അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കുകയും ചെയ്താൽ അല്ലാഹു തആല നാളെ പരലോകത്ത് അവന്റെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുന്നതാണ്. അവന്റെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു നൽകുന്നതാണ്. അതാണ് ഏറ്റവും മഹത്തരമായ വിജയം. അല്ലാഹു തആല പറഞ്ഞില്ലേ, നരകത്തിൽ നിന്ന് ആര് രക്ഷപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും ചെയ്താൽ അവനാണ് യഥാർത്ഥത്തിൽ വിജയിച്ചിട്ടുള്ളവൻ. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചിട്ടുള്ളത്. എന്നാൽ ഇതേ സന്ദർഭത്തിൽ തന്നെ മറ്റൊരു വിഭാഗത്തിന്റെ പ്രയാസങ്ങൾ അല്ലാഹു പറയുന്നുണ്ട്. യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ലില്ലദീന ആമനൂ انظുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും ഖീല ഇർജിഉ വറാഅക്കും ഫൽതമിസൂ നൂറാ فضرب بينهم بسور له باب باطنه فيه الرحمة وظاهره من قبله العذاب يوم يقول المنافقون والمنافقات മുനാഫിഖീങ്ങളായ പുരുഷന്മാരും സ്ത്രീകളും നാളെ വിളിച്ചു പറയും, അലം നകും മഅകും, ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ലേ? ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ലേ? അലം നകും മഅകും. അവിടെ നിന്ന് അവർക്ക് മറുപടി നൽകപ്പെടും, ഖാലു ബല വലാകിന്നകും, എന്നാൽ നിങ്ങൾ ഫതൻതും അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നു. നിങ്ങളുടെ നിഫാഖ് ഉള്ളിൽ മറച്ചു വെക്കുകയും ഇസ്ലാം നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കുകയും ചെയ്തിരിക്കുന്നു. انظرونا نقتبس من نوركم يوم يقول المنافقون والمنافقات للذين آمنوا انظرونا. എന്നാൽ നാളെ പരലോകത്ത് മുനാഫിഖീങ്ങൾ വിളിച്ചു പറയും, ലില്ലദീന ആമനു, മുഅ്മിനീങ്ങളോട്, ഉൻദുറൂന, നിങ്ങൾ കുറച്ചു നേരം കാത്തു നിൽക്കൂ, നിങ്ങൾ കുറച്ചു നേരം കാത്തു നിൽക്കൂ, നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങൾക്ക് നൽകപ്പെട്ട പ്രകാശത്തിൽ നിന്ന് ഞങ്ങൾ കുറച്ച് നേടിയെടുക്കട്ടെ, അതിൽ നിന്ന് ഞങ്ങൾ കുറച്ച് സ്വീകരിക്കട്ടെ. അല്ലാഹു തആല
മുനാഫിഖീങ്ങളുടെ വെളിച്ചം അത് നാളെ കെടുത്തിക്കളയുന്നതാണ്. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല അത് നിലനിർത്തി കൊടുക്കും. അവരുടെ പ്രാർത്ഥന അങ്ങനെയല്ലേ, റബ്ബന അത്മിം ലനാ നൂറന, അല്ലാഹുവേ ഞങ്ങൾക്ക് ഈ പ്രകാശം അത് നീ പൂർത്തീകരിച്ച് നൽകണേ എന്ന് അല്ലാഹു തആല സൂറത്തു തഹ്രീമിൽ പറഞ്ഞിട്ടില്ലേ. മുനാഫിഖീങ്ങൾക്കാകട്ടെ അവർക്ക് നൽകപ്പെട്ട പ്രകാശം അത് കെട്ടുപോകുന്നതാണ്. ഖീല ഇർജിഉ വറാഅകും, അവരോട് പറയപ്പെടും നിങ്ങൾ നിങ്ങളുടെ പിന്നിലേക്ക് തിരിഞ്ഞു പോവുക. ഫൽതമിസൂ നൂറ, എന്നിട്ട് അവിടെ നിങ്ങൾ പ്രകാശം അന്വേഷിക്കുക. ഖീല ഇർജിഉ വറാഅകും ഫൽതമിസൂ നൂറ ഫضرب بينهم بسور له باب باطنه فيه الرحمة وظاهره من قبله العذاب. فضرب بينهم, എന്നാൽ അവർക്കും മുഅ്മിനീങ്ങൾക്കുമിടയിൽ, മുനാഫിഖീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കുമിടയിൽ, സ്വർഗ്ഗക്കാർക്കും നരകക്കാർക്കുമിടയിൽ ഒരു മറ ഇടപെടുന്നതാണ്. ബിസൂരിൻ ലഹു ബാബുൻ, അതിനൊരു വാതിലുണ്ടാകും. ബാത്തിനുഹു ഫീഹി റഹ്മ, മുഅ്മിനീങ്ങളോട് അടുത്ത ഭാഗം അവിടെ അനുഗ്രഹങ്ങളാണ്, റഹ്മത്താണ്, കാരുണ്യമാണ്. വദാഹിറുഹു മിൻ ഖിബലിഹി അൽഅദാബ്, എന്നാൽ നരകക്കാരുടെ അടുത്ത ഭാഗത്ത് പ്രയാസങ്ങളും ശിക്ഷയുമാണ്. നാളെ പരലോകത്ത് മുഅ്മിനീങ്ങൾക്കും അതേപോലെ നരകക്കാർക്കുമിടയിൽ മറയിടപ്പെടും. മുഅ്മിനീങ്ങളോട് അടുത്ത ഭാഗം അവർക്ക് സുഖാനുഭൂതികളാണ്, എന്നാൽ നരകക്കാർക്കോ പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസങ്ങൾ മാത്രമാണ്. യുനാദൂനഹും, മുനാഫിഖീങ്ങൾ അവിടെ നിന്ന് വിളിച്ചു പറയപ്പെടും, അലം നകും മഅകും, ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ലേ? ഖാലൂ ബലാ വലാകിന്നകും, അതെ നിങ്ങൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. വലാകിന്നകും ഫതൻതും അൻഫുസകും, എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇസ്ലാം കയറിയിട്ടില്ല, മറിച്ച് നിങ്ങൾ പുറമേക്ക് മാത്രമേ ഇസ്ലാം അഭിനയിച്ചിട്ടുള്ളൂ. ഹൃദയങ്ങളിലേക്ക്, ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ഇസ്ലാം ഇറങ്ങിയിട്ടില്ല. വതറബ്ബസ്തും വർതബതും, വതറബ്ബസ്തും, നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. മുഅ്മിനീങ്ങൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുന്നത്, മുഅ്മിനീങ്ങൾക്കും മുസ്ലിമീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു യുദ്ധത്തിനായി പുറപ്പെട്ടു കഴിഞ്ഞാൽ അവർക്കെന്തെങ്കിലും പ്രയാസം വരുന്നത് അവർ കാത്തിരിക്കുകയായിരുന്നു. അവർ യുദ്ധത്തിന് പോയി അവർ മുഴുവൻ നശിച്ചു പോയിരുന്നെങ്കിൽ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ ആ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരാതിരുന്നെങ്കിൽ എന്നായിരിക്കും മുനാഫിഖുകൾ, കപടവിശ്വാസികൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത. അത് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു നൽകിയിട്ടുണ്ട്. വർത്തബത്തും, നിങ്ങൾ സംശയത്തിലായിരുന്നു, ഈ ദീനിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നില്ല, മറിച്ച് നിങ്ങൾ ആശയക്കുഴപ്പത്തിലും സംശയത്തിലുമായിരുന്നു. വഗറത്കുമുൽ അമാനി, ഒരുപാട് കാലമുണ്ടല്ലോ എന്നാലോചിച്ച് നിങ്ങളെ അമാനി, ഒരുപാട് കാലമുണ്ടല്ലോ എന്ന ആ ചിന്ത അത് നിങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു. ഹത്താ ജാ അംറുല്ലാഹ് വഗറക്കും ബില്ലാഹിൽ ഗറൂർ, അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ എങ്ങനെയായിരുന്നു? ഒരുപാട് കാലമുണ്ടല്ലോ, പിന്നീടാകാം എന്ന് മാറ്റിവെച്ച് അവസാനം അള്ളാഹുവിന്റെ കൽപ്പന വന്നതിന് ശേഷം പിന്നീട് ഒരു അവസരം അവർക്ക് ലഭിക്കുന്നതല്ല. വഗറക്കും ബില്ലാഹിൽ ഗറൂർ, നിങ്ങളെ ഏറ്റവും വലിയ വഞ്ചകനായ പിശാച് നിങ്ങളെ വഴിതെറ്റിച്ച് കളഞ്ഞിരിക്കുന്നു, പിശാച് നിങ്ങളെ ചതിച്ചിരിക്കുന്നു. ഫൽയൗമ ലാ യുഖദു മിൻകും ഫിദിയത്തുൻ, ഇന്നേ ദിവസം യാതൊരു പ്രതിഫലവും, യാതൊന്നും പകരം സ്വീകരിക്കുന്നതല്ല. വലാ മിനല്ലദീന കഫറു, കാഫിരീങ്ങളിൽ നിന്നും യാതൊന്നും പകരം സ്വീകരിക്കുന്നതല്ല. മഅ്വാകുമുന്നാർ, നിങ്ങൾക്കുള്ള സങ്കേതം അത് നരകമാണ്. ഹിയ മൗലാക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും യോജിച്ചത്. വബിഅ്സൽ മസീർ, നരകമെന്നത് എത്ര മോശം സങ്കേതമാണ്. നിങ്ങൾക്ക് താമസിക്കാനുള്ളത് നരകമാണ്, നിങ്ങളുടെ വീട് എന്നത് നരകമാണ്, അത് എത്ര മോശം സങ്കേതമാണ് എന്ന് അല്ലാഹു തആല മുനാഫിഖീങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് പറയുകയാണ്. അല്ലാഹു തആല നാം ഏവരെയും അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അൻബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, മുനാഫിഖീങ്ങൾ പുറമേക്ക് മാത്രം ഇസ്ലാം നടിക്കുകയും എന്നാൽ ഹൃദയത്തിലേക്ക് ഇസ്ലാമിന്റെ ആദർശം യഥാർത്ഥ രൂപത്തിൽ ഇറങ്ങാത്ത ആളുകൾ, ഈ ദീനിന്റെ വിഷയത്തിൽ സംശയത്തിലായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ,
അങ്ങനെയുള്ള ആളുകൾക്ക് നാളെ വരാനിരിക്കുന്നത് ഭയാനകരമായ ശിക്ഷകളും പ്രയാസങ്ങളുമാണ്. മുനാഫിഖീങ്ങളെ കുറിച്ച് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ 340ഓളം ആയത്തുകളിൽ പറഞ്ഞു നൽകുന്നുണ്ട്. എന്തിനു വേണ്ടിയാണത്? നമ്മൾ അത്തരക്കാരിൽ പെട്ടുപോകാതിരിക്കാൻ. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ ആയത്തുകൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ 8ഓളം ആയത്തുകൾ മുനാഫിഖീങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 4 ആയത്തുകളിൽ മുഅ്മിനീങ്ങളെ കുറിച്ചും 2 ആയത്തുകളിൽ കാഫിരീങ്ങളെ കുറിച്ചും. അതുകൊണ്ട് തന്നെ ഇവർ ഉണ്ടാക്കി വെക്കുന്ന കുഴപ്പം അത് ജൂത നസ്രാനികളെക്കാൾ വലിയ കുഴപ്പമാണ്. ഇസ്ലാമിന്റെ പേരിൽ അവർ മുസ്ലിമാണ് എന്നാണ് പറഞ്ഞു നടക്കുന്നത്. അങ്ങനെ ഇസ്ലാമിന്റെ പേരിൽ ഇല്ലാത്തത് കൂട്ടിച്ചേർക്കുകയും ഇസ്ലാമിക വിശ്വാസങ്ങൾ അത് യഥാർത്ഥ രൂപത്തിൽ നിന്ന് മാറ്റി ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയും അങ്ങനെ ഇസ്ലാമിന്റെ ഉള്ളിലുള്ള ആളുകൾക്ക് തന്നെ ആശയക്കുഴപ്പങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന പണിയാണ് മുനാഫിഖീങ്ങൾ എടുക്കുന്നത്. അല്ലാഹു തആല അവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം നമുക്ക് ആശ്വാസമാകുന്ന 2 ആയത്തുകൾ പറയുന്നുണ്ട്. മുനാഫിഖീങ്ങൾ അവർ ഉടലെടുക്കുന്നത് ബദർ യുദ്ധത്തിന് ശേഷമാണ്. ഇസ്ലാമിന് പരിപൂർണമായ ഇജ്ജത്തും ശക്തിയും വന്നെത്തിയതിനു ശേഷമാണ് മുനാഫിഖീങ്ങൾ കപടവിശ്വാസികൾ രംഗപ്രവേശനം ചെയ്യുന്നത്. കാരണം ഇസ്ലാമിന് ശക്തിയും പ്രതാപവും വന്നെത്തിക്കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ സമ്പത്തും മറ്റും ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് കടന്നു കയറുന്നതാണ്. അതേപോലെ മുസ്ലിമീങ്ങളുടെ വിശ്വാസം തകർക്കുന്നതിനു വേണ്ടി പുറമേ നിന്ന് ഒരു മുസ്ലിമിനെ യാതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഇന്ന് നമ്മൾ ഭീകരർ എന്ന് പറയുന്ന ആളുകൾ, ഇസ്ലാമിനെ തകർക്കാൻ പുറത്തുനിന്ന് ശ്രമിക്കുന്ന ആളുകൾ, അവർക്കൊരു പരിധി വിട്ട് യാതൊന്നും മുസ്ലിമീങ്ങളെ ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ ഇസ്ലാമിന്റെ വേഷത്തിൽ ഉള്ളിലേക്ക് വരികയും ആശയക്കുഴപ്പങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിൽ പരത്തുകയും ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അവർക്ക് നാളെ പരലോകത്ത് കടുത്ത ശിക്ഷയാണ് അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു പറഞ്ഞത് അവർക്ക് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് അവരുടെ സ്ഥാനം എന്നാണ്. ഏറ്റവും കഠിനമായ ശിക്ഷയാണ് അവർക്കുണ്ടാവുക. അല്ലാഹു മുനാഫിഖീങ്ങൾക്കുള്ള ശിക്ഷ പറഞ്ഞതിന് ശേഷം അല്ലാഹു മുഅ്മിനീങ്ങളായ ആളുകളോട് ചോദിക്കുകയാണ്, അലം യഅനി ലില്ലദീന ആമനു, മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് സമയമായിട്ടില്ലേ, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ വചനങ്ങൾ ആലോചിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് അതിന് ഖുശൂ ഉണ്ടാകാൻ, പേടിയുണ്ടാകാൻ സമയമായിട്ടില്ലേ? വമാ നസല മിനൽ ഹഖ്, അല്ലാഹു അവതരിപ്പിച്ച ഈ സത്യമായ മാർഗം പരിശുദ്ധ ഖുർആൻ അത് ആലോചിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിന് മാറ്റമുണ്ടാകാൻ സമയമായിട്ടില്ലേ? വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ്, വേദക്കാരായ ആളുകൾ യഹൂദ നസ്രാനികളെ പോലെ ആകാതിരിക്കാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ലേ? അവർക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അവർക്ക് വേദം നൽകപ്പെട്ടു. അതിനുശേഷം ഒരുപാട് കാലം ഇങ്ങനെ കഴിഞ്ഞുപോയപ്പോൾ അവർ അതിൽ നിന്ന് അകലുകയും അവരുടെ ഹൃദയങ്ങൾ അത് കടുത്തുപോവുകയും ചെയ്തു. അവരിൽ ഒരുപാട് ആളുകൾ ഫാസിഖീങ്ങളായിരുന്നു, തെമ്മാടികളായിരുന്നു, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കാതെ ജീവിക്കുന്നവരായിരുന്നു. കാലം കഴിയുന്നോറും നമ്മുടെ ഈമാൻ നുരുമ്പിപ്പോകുന്ന അവസ്ഥയുണ്ടാകരുത്. അത് പുതുക്കിക്കൊണ്ടിരിക്കണം. ഇൽമിന്റെ മജ്ലിസുകൾ, അതിൽ പങ്കെടുക്കണം. ഖുർആൻ പഠിപ്പിക്കുന്ന മജ്ലിസുകളിലേക്ക് നമ്മൾ എത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിപ്പിക്കുന്ന മജ്ലിസുകളിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ ഹൃദയങ്ങൾ അത് ശുദ്ധീകരിക്കുകയും നമ്മുടെ ഈമാൻ പുതുക്കുകയും ചെയ്യണം. അതിനുശേഷമുള്ള ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഇഅ്ലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ യുഹ്യിൽ അർദ ബഅദ മൗതിഹാ, ഭൂമി അത് നിർജീവമായതിനു ശേഷം അല്ലാഹു അതിനെ ജീവിപ്പിക്കുന്നതാണ്. ഖദ് ബയ്യന്നാ ലക്കുമുൽ ആയാതി ലഅല്ലക്കും തഅഖിലൂൻ, അല്ലാഹുവിന്റെ ആയത്തുകൾ നാം നിങ്ങൾക്ക് വിശദീകരിച്ചു നൽകുന്നു, നിങ്ങളെ ചിന്തിച്ച് മനസ്സിലാക്കുന്നതിനു വേണ്ടി. അല്ലാഹു തആല നിർജീവമായ ഭൂമിയെ വീണ്ടും ജീവിപ്പിക്കുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നമ്മൾ യാത്ര ചെയ്യവേ
ചില പ്രദേശങ്ങൾ, ഉണങ്ങി വരണ്ടു നിൽക്കുന്ന പ്രദേശങ്ങൾ, അതിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഇനിയുള്ള നാളുകളിൽ ഇവിടെ യാതൊന്നും മുളക്കുകയില്ല എന്ന്. എന്നാൽ മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ അതാ വീണ്ടും ചെടികൾ മുളക്കുകയാണ്, കായ്ക്കനികൾ മുളക്കുകയാണ്, നല്ല ചെടികൾ ഉണ്ടാകും, നല്ല പൂക്കൾ ഉണ്ടാകും. അതേപോലെ അല്ലാഹു തആല നമ്മെ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. പ്രിയമുള്ളവർ, ഈ ആയത്ത് പറഞ്ഞതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഇതേപോലെ ഉണങ്ങിയ ഹൃദയങ്ങൾ, കടുത്തുപോയ ഹൃദയങ്ങൾ, അതിന് അല്ലാഹു തആല മാറ്റമുണ്ടാക്കും. അവിടേക്ക് മഴ ഇറങ്ങിയാൽ നമ്മൾ ചെയ്യേണ്ടത് അവിടേക്ക് മഴ ഇറക്കുക എന്നതാണ്. അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ അത് മനസ്സിലാക്കുന്നതിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മനസ്സിലാക്കുന്നതിലൂടെ, അങ്ങനെ നമ്മുടെ എത്ര കടുത്തുപോയ ഹൃദയമാണ് എങ്കിലും അല്ലാഹു തആല അതിന് മാറ്റം നൽകുന്നതാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് ചെറിയ രീതിയിൽ ഒരു പണിയെടുത്താൽ മതിയാകും. അല്ലാഹു തആല നാം ഏവരുടെയും ഹൃദയങ്ങൾ ശുദ്ധിയാക്കി തരികയും അത് ഖുശൂഉള്ള ഹൃദയമാക്കി മാറ്റിത്തരുകയും ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു തആല ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. നാം ഏവരെയും അല്ലാഹു തആല നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.